പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. ഏകാഗ്ര ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. ഇന്നത്തെ വചനകേൾവി ദൈവമേ എനിക്ക് മനസ്സിലാക്കി തരണമേ, കൃപ കൊണ്ട് പൊതിയണമേ, ഈ കൂട്ടത്തെ വാഴ്ത്തണമേ, സമൂഹമായി അവരെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. വരുവീൻ, നാം യഹോവയെ ഉദ്ദേശിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാത കാക്കൊള്ളുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവൻ ഘോഷിക്കും. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവന്റെ കൈകൾ നനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുവെക്കുക. അവൻ നമ്മുടെ ദൈവമാണ്. പിതാവിനും പുത്രനും പരിശുദ്ധനുമായി സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ജീവിതത്തിൽ നല്ല ഉൾക്കാഴ്ച ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ തന്നെ സാവകാശനായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ പകലുകളെ കൽപ്പിച്ച ദൈവത്തിനായിട്ട് സ്തോത്രം. സഭകൾ ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്ന വലിയ പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ബോധം എപ്പോഴും ഞങ്ങളെ തരിക്കണമേ. സാമൂഹിക തിന്മകൾക്കെതിരായി നിലകൊള്ളുവാൻ ഈ വർഷത്തെ ചിന്താ വിഷയമായ എഴുന്നേറ്റ് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ആഹ്വാനം അനുസരിച്ച് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള പണികൾ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ഞങ്ങളെ ശാക്തീകരിക്കുന്നതും ഞങ്ങൾക്ക് ദർശനം ദിശാബോധം നൽകുന്നതുമാകിയാൽ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവ്, ഈ ദിവസങ്ങളിൽ അവിടുത്തെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ, ഞങ്ങളെ ശാക്തീകരിക്കണമേ. ഞങ്ങൾ ഏതൊക്കെ ദിശകളിൽ ഇനിയും മുന്നോട്ട് സഞ്ചരിക്കണം എന്നുള്ള ദർശനം ഞങ്ങൾക്ക് തരണമേ. അതനുസരിച്ച് ചരിക്കാനായിട്ടുള്ള ദൈവപരിശുദ്ധാത്മാവിന്റെ സഹായം വിനിയോഗം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ അവിടുത്തെ വചനത്തിന്റെ മുൻപായിരിക്കുന്നു. വചനം സംസാരിക്കുന്ന അവിടുത്തെ ദാസനെ കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് ആത്മാവിൽ ദൈവജനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതേ ആത്മാവിൽ വ്യാഖ്യാനിക്കപ്പെടുവാനും അതിനുള്ള ഉള്ളങ്ങളിലൊക്കെ തറച്ച് അതിന്റെ അർത്ഥവും പോലും തിരിച്ചറിഞ്ഞ് പുതുക്കം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് ദൈവത്തിന് അനുസൃതമായ ജീവിതത്തെ ക്രമീകരിക്കാൻ ഞങ്ങൾക്ക് കൃപയേകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടപ്പെട്ട എല്ലാ വ്യക്തികളെയും അവിടുത്തെ വിലമുള്ള കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പന്തലും പരിശുമൊക്കെ അവിടുത്തേക്ക് വിശുദ്ധമാണല്ലോ. കർത്താവത്തെ ഗുണമായ കാവൽ പന്തലും വിഷ്ണുള്ളതോർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങൾ പാടുന്നത് പ്രാർത്ഥിക്കുന്നത് ദൈവം ശ്രമിക്കുന്ന ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും പുതുക്കത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. ആത്മാവ് ഞങ്ങൾ ഇടപെടണമേ. ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ ഇടയാക്കണമേ.
യേശുശ്യാമം യാചിക്കുന്നത് കേൾക്കുമാറാകണമേ.